രാഷ്ട്രീയ പോരിനിറങ്ങാൻ നടനും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ അദ്ദേഹം മത്സരിക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതായി പാർട്ടി ധർമ്മപുരി ജില്ലാ സെക്രട്ടറി ശിവ പറഞ്ഞു. ധർമ്മപുരിയിൽ നടന്ന ജില്ലാ യോഗത്തിലായിരുന്നു വെളിപ്പെടുത്തൽ. ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയ് മത്സരിക്കുമെന്നും എല്ലാവരും അദ്ദേഹത്തിന്റെ വിജയത്തിനായി പ്രയത്നിക്കണമെന്നും ശിവ പറയുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു. വണ്ണിയർ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ജില്ലയാണ് ധർമ്മപുരി. വണ്ണിയർ പാർട്ടിയായ PMKയുടെ കോട്ടയായി കരുതുന്ന ജില്ല കൂടിയാണ്. വിജയ് ഇവിടെ നിന്ന് മത്സരിക്കുമെന്ന സൂചന പുറത്തുവന്നതോടെ TVKയും PMKയും സഖ്യമുണ്ടാക്കുമെന്ന് വിലയിരുത്തലുമുണ്ട്. TVKയുമായി സഖ്യമുണ്ടാക്കുന്ന പാർട്ടികളുമായി കൂട്ടുകക്ഷി ഭരണത്തിന് തയ്യാറാണെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂട്ടുകക്ഷി ഭരണ സഖ്യത്തിലാകും PMK എന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി അധ്യക്ഷൻ അൻപുമണി രാമദാസും പറഞ്ഞിട്ടുണ്ട്. പ്രഥമ സമ്മേളനത്തിന് പിന്നാലെ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടേതടക്കമുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിജയ് തേടിയിരുന്നു. DMKയും AIDMKയും ഉൾപ്പെടെയുള്ള പ്രബല കക്ഷികൾക്കെതിരെയാണ് തമിഴക വെട്രിക്കഴകത്തിന്റെ പോരാട്ടം. ആ നിലയ്ക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടതെന്നും എന്തൊക്കെയാണ് നടപ്പാക്കേണ്ടതെന്നും സംബന്ധിച്ചുമാണ് നിരീക്ഷകരോട് വിജയ് അഭിപ്രായമാരാഞ്ഞത്. അതിനുശേഷമായിരുന്നു പാർട്ടിയുടെ പ്രഥമ സമ്മേളനത്തിൽ വിജയ് പ്രസംഗം നടത്തിയത് തന്നെ. നൻപ, തോഴ, തോഴി, നമ്മൾക്കിനി വിശ്രമമില്ലാത്ത നാളുകൾ. എന്നെ വിശ്വസിക്കുന്നവർക്ക് നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞു, ഇനി പിന്നോട്ടില്ല എന്നായിരുന്നു വക്രവണ്ടിയിലെ പാർട്ടിയുടെ പ്രഥമ സമ്മേളനത്തിൽ വിജയുടെ പ്രസംഗം. അതെ, വിജയ് തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി പ്രവർത്തകർ വിജയെ മത്സരിപ്പിക്കുന്നതിനുള്ള മണ്ഡലങ്ങൾ സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ച ഘടകവും. കഴിഞ്ഞ മാസം 27-നായിരുന്നു തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ പ്രഥമ സമ്മേളനം ചെന്നൈയിൽ നടന്നത്. ആ സമ്മേളനം തമിഴ് രാഷ്ട്രീയത്തെ ഏറെ പിടിച്ചുകുലുക്കിയിരുന്നു. ഭരണകക്ഷിയായ DMK ഉൾപ്പെടെയുള്ള പ്രബല കക്ഷികളുടെ കീഴിലുള്ള ഘടകകക്ഷികളെ വിജയുടെ പാർട്ടി സ്വാഗതം ചെയ്തിരുന്നു. ആശയപരമായി BJPയും രാഷ്ട്രീയപരമായി DMKയും എതിരാളികളായിരിക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചുവെങ്കിലും വിജയുടേത് ഗംഭീര തുടക്കമെന്നായിരുന്നു BJP ഘടകകക്ഷികളായ പുതിയ തമിഴകം പാർട്ടിയും ഇന്ത്യ ജനനായക കക്ഷിയും അഭിപ്രായപ്പെട്ടത്. ഞായറാഴ്ച വക്രവണ്ടിയിൽ നടന്ന തമിഴക വെട്രിക്കഴകത്തിന്റെ പ്രഥമ സമ്മേളനത്തിന് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ തമിഴകത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഭയന്നിരുന്നു. വെറുമൊരു നടനായിരുന്ന വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ നയിക്കുമെന്നായിരുന്നു DMK അടക്കമുള്ള പാർട്ടികളുടെ ചോദ്യം. എന്നാൽ ആദ്യം സമ്മേളനത്തിന് ലക്ഷക്കണക്കിന് ആരാധകരെ ഒരു വേദിയിൽ അണിനിരത്താനായത് വിജയുടെ വിജയം തന്നെയാണെന്ന് മറ്റു കക്ഷികൾ സമ്മതിച്ചിരുന്നു. അതേസമയം സഖ്യകക്ഷികൾക്കും അധികാരം നൽകുമെന്നായിരുന്നു സമ്മേളനത്തിലെ വിജയുടെ പ്രഖ്യാപനം. ക്യാപ്റ്റൻ വിജയകാന്തും കമൽഹാസനും അടക്കമുള്ള സൂപ്രതാരങ്ങൾക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനാവാതെ പോയ രാഷ്ട്രീയ കളരിയിൽ വിജയ് പക്ഷേ മാതൃകയാക്കുന്നത് MGRന്റെ വഴിയാണ്. പ്രഥമ സമ്മേളനത്തിലെ പ്രസംഗത്തിൽ MGR പരാമർശവും അണികളോടുള്ള അൻപും അവരിലൊരാൾ തന്നെയാണെന്ന പ്രഖ്യാപനവും അവരിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നു.